നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ സ്ഥാനമൊഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ഗവർണർ ചെയ്തുകൊണ്ടിരുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണെന്ന് MV ഗോവിന്ദൻ തുറന്നടിച്ചു. പുതിയ ഗവർണർ ഭരണഘടനയ്ക്ക് വിധേയനായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പുതിയ ഗവർണർ ഭരണഘടനാപരമായി പ്രവർത്തിച്ച് സർക്കാരുമായി ഒത്തുപോകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരിഫ് മുഹമ്മദ് ഖാനെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുകയാണ് എന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. വലിയ ജനകീയ അംഗീകാരമുള്ള ഗവർണർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇടത് സർക്കാരിനോട് തെറ്റി സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഗവർണറുടെ വീര ഇതിഹാസമായി പലരും കാണുന്നതെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. ഇത് അങ്ങേറ്റം ജനവിരുദ്ധ സമീപനമാണ്. കമ്മ്യൂണിസ്റ്റ് എന്നും കോൺഗ്രസ് എന്നും നോക്കാതെ ഭരണഘടനാപരമായാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ അതിനു പകരം ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ് ഗവർണർ സ്വീകരിച്ചതെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. ഗവർണർ സ്ഥാനത്തിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ച നിലപാടുകൾ: നിയമസഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകാതിരിക്കുക, സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുക, ഇത്തരത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള സമീപനമാണ് ഗവർണർ സ്വീകരിച്ചതെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. പുതിയ ഗവർണറെ നോമിനേറ്റ് ചെയ്യുന്നതും BJP ആണ്. പരമ്പരാഗത RSS BJP സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗവർണറെ തീരുമാനിക്കുന്നത്. എന്നാൽ ഒരു മുൻവിധിയോടെ ഒന്നും പറയുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ നിയമിച്ചു. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറാകും. നിലവിൽ ബീഹാർ ഗവർണറാണ് ആർലേക്കർ. മറ്റ് 3 സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കും മാറ്റമുണ്ട്. ഒഡീഷ, മിസോറാം, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളാണ് പുതിയ ഗവർണർമാരെ നിയമിക്കുന്നത്. സംസ്ഥാന സർക്കാരുമായി വിവിധ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത തുടരുകയാണ്. അതിനിടയിലാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റം. 2019 സെപ്റ്റംബർ 6-ന് കേരള ഗവർണറായി ചുമതലയേൽക്കുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. 2 പിണറായി സർക്കാരുകളുടെ കാലത്തായി 5 വർഷവും സർക്കാരുമായി നേരിട്ടുള്ള പോരാട്ടമായിരുന്നു കേരളം കണ്ടുകൊണ്ടിരുന്നത്. ബില്ലുകൾ പാസ്സാക്കാതിരുന്നതും അതുപോലെ തന്നെ ഈ VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടങ്ങൾ സർക്കാരുമായി നിരന്തരം പോരാടിയിരുന്ന ഗവർണറെ നമ്മൾ കണ്ടു. മാത്രമല്ല SFAയുമായി വലിയ രീതിയിലുള്ള പോരാട്ടമായിരുന്നു ഗവർണർ കാഴ്ചവെച്ചത്. ഗോവ സ്വദേശിയായ ആർലേക്കർ നേരത്തെ ഹിമാചൽ പ്രദേശ് ഗവർണറായും ഗോവയിൽ വനം പരിസ്ഥിതി മന്ത്രിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ RSS അനുഭാവിയായ ആർലേക്കർ 1989-ലാണ് BJPയിൽ ചേർന്നത്. ഗോവ നിയമസഭയെ ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത നിയമസഭയാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ആർലേക്കറാണ്. 2015-ൽ വനം പരിസ്ഥിതി മന്ത്രിയായും ചുമതലയേറ്റു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.